Module 1 Logistics and Supply Chain Management Part 3. First, we are going to discuss the major activities involved in logistics. First one is network design, then order processing, procurement, material handling, inventory management, packaging and labeling, warehousing. Then first one is network design. Logistics network design is a vital strategic decision. അപ്പോൾ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. It is very important to allocate the customer demands to warehouses and allocate products from warehouses to production plants. വെയർഹൗസിൽ നിന്നും പ്രൊഡക്ട്സ് പ്ലാന്റിലേക്ക് പ്രൊഡക്ഷന് ആവശ്യമായ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്ന ഐറ്റംസ് വെയർഹൗസിൽ സ്റ്റോക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ലോജിസ്റ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് എത്ര പെട്ടെന്ന് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഓർഡർ എത്ര പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതൊക്കെ ഇതിലുണ്ടാവുന്ന ഡിലേയും അതുപോലെ തന്നെ സ്പീഡി ട്രാൻസാക്ഷൻസ് അനുസരിച്ച് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. It is one of the prime responsibilities of logistics management. അപ്പോൾ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Network is required to determine the number and location of manufacturing plants, warehouses, material handling requirements, etc. on which the logistical efficiency depends. അപ്പോൾ നെറ്റ്വർക്ക് ഡിസൈനിലൂടെയാണ് എത്ര മാനുഫാക്ചറിങ് പ്ലാന്റ്സ് ലൊക്കേറ്റ് ചെയ്യണം, അത് എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത്, വെയർഹൗസസ് എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. ഇതിലൂടെ മാത്രമേ ഒരു പ്രൊഡക്റ്റ് അതിൻ്റെ ഒറിജിനൽ നിന്നും കസ്റ്റമേഴ്സിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ എഫിഷ്യൻസി, അതായത് ഡിലേ ഇല്ലാതെ എത്ര പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്നുള്ളത് ഈ നെറ്റ്വർക്ക് ഡിസൈനിൻ്റെ എഫിഷ്യൻസി അനുസരിച്ച് ഇരിക്കും. ദെൻ ഓർഡർ പ്രോസസ്സിംഗ്. കസ്റ്റമേഴ്സ് ഓർഡേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ നമുക്കറിയാവുന്നതാണ് കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് പെട്ടെന്ന് മീറ്റ് ചെയ്യുക എന്നുള്ളത് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡർ പ്രോസസ്സിംഗ് ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ഫോർ റിസീവിംഗ്, ഹാൻഡ്ലിംഗ്, ഫയലിംഗ് ഓർഡർ ഓഫ് കസ്റ്റമേഴ്സ്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ റിസീവ് ചെയ്യുക, അതിനെ ഹാൻഡിൽ ചെയ്യുക, അതിനെ ഫയൽ ചെയ്യുക, ഓർഡേഴ്സ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഓർഡർ പ്രോസസ്സിങ്ങിൽ വരുന്നത്. Management has to ensure that order processing is accurate, reliable and fast. അപ്പോൾ ഓർഡർ പ്രോസസ്സിംഗ് എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കണം, അതായത് സത്യസന്ധമായിട്ടുള്ള രീതിയിലായിരിക്കണം, റിലയബിൾ ആയിരിക്കണം, ഫാസ്റ്റുമായിരിക്കണം. Management has to minimize the time between receipt of orders and date of dispatchment of the consignment to ensure speedy processing of order. അപ്പോൾ ഓർഡർ പ്രോസസ്സിങ് സ്പീഡി ആയിരിക്കുക എന്നുള്ളതാണ് ഓർഡർ പ്രോസസ്സിങ്ങിൻ്റെ ബേസിസിൽ ഇമ്പോർട്ടൻറ്റ്. കാരണം ഓർഡേഴ്സ് റിസീവ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ അത് ഡിസ്പാച്ച് ചെയ്യുക, ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഡിലേസ് ഇൻ എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് ക്യാൻ ബിക്കം സീരിയസ് ഗ്രൗണ്ട് ഫോർ കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷൻ വിച്ച് മസ്റ്റ് ബി അവോയ്ഡഡ് അറ്റ് ഓൾ കോസ്റ്റ്. അപ്പോൾ ഓർഡേഴ്സ് റിസീവ് ചെയ്യുന്ന ഓർഡേഴ്സ് ഡിലേ ഇല്ലാതെ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഡിലേ വരുന്നത് കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഷുഡ് ടേക്ക് മാക്സിമം കെയർ ടു അവോയ്ഡ് സച്ച് സിറ്റുവേഷൻ. ഡിലേ ഇല്ലാതെ ഫാസ്റ്റായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് പ്രൊക്യൂർമെൻറ്റ്. ഇറ്റ് റിലേറ്റ്സ് ടു ഒബ്റ്റെയിനിങ് മെറ്റീരിയൽസ് ഫ്രം ഔട്ട്സൈഡ് സപ്ലയേഴ്സ്. അപ്പോൾ സപ്ലയേഴ്സിൽ നിന്നും മെറ്റീരിയൽസ് റിസീവ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് പ്രൊക്യൂർമെൻറ്റിൽ വരുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സപ്ലൈ സോഴ്സിംഗ്, നെഗോസിയേഷൻ, ഓർഡർ പ്ലേസ്മെൻറ്റ്, ഇൻബൗണ്ട് ട്രാൻസാക്ഷൻസ്, റിസീവിംഗ് ആൻഡ് ഡിസ്പാച്ച്മെൻറ്റ്, സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് എക്സെട്ര. അപ്പോൾ ഇതിൽ വരുന്നത് സപ്ലൈ സോഴ്സിംഗ്, അതായത് ഏതൊക്കെ സോഴ്സസിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കുക. അതിനുശേഷം അത് എത്ര റേറ്റിന് നമുക്ക് അവൈലബിൾ ആകും എന്നുള്ള രീതിയിൽ പ്രൈസ് നെഗോസിയേഷൻസ് ചെയ്യുക. അത് സപ്ലയേഴ്സും മാനുഫാക്ചറിങ് കൺസേൺസും തമ്മിലുള്ള നെഗോസിയേഷൻസ് ആണ് വരുന്നത്. ഓർഡർ പ്ലേസ്മെൻറ്റ്, അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. ദെൻ ഇൻബൗണ്ട് ട്രാൻസാക്ഷൻസ്, നമ്മൾ റിസീവ് ചെയ്ത പർച്ചേസ് ചെയ്ത ആ ഇൻപുട്സിനെ മാനുഫാക്ചറിങ് കൺസേണിലേക്ക് എത്തിക്കുക. അവിടെ വരുന്ന ഒരു ഫാക്ടറിയിൽ ഇൻസൈഡ് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് ഇൻബൗണ്ട് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ റിസീവിങ്
ഇൻസ്പെക്ഷൻ, സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് സച്ച് മെറ്റീരിയൽസിനെ കറക്റ്റായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കുക. അതുപോലെ തന്നെ അതിന് വേസ്റ്റേജ് ഇല്ലാതെ, അതുപോലെ തന്നെ സ്പോയിലേജ് ഇല്ലാതെ ഹാൻഡിൽ ചെയ്യുക, സ്റ്റോർ ചെയ്യുക, റിസീവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രൊക്യൂർമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് ഇസ് ടു സപ്പോർട്ട് മാനുഫാക്ചറിങ് ബൈ പ്രൊവൈഡിങ് ടൈംലി സപ്ലൈസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് മെറ്റീരിയൽ അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. നമുക്കറിയാം എത്ര കോസ്റ്റ് കുറവിൽ മെറ്റീരിയൽസ് ലഭിക്കുന്നുവോ അത്രയും പ്രോഫിറ്റബിളും ആയിരിക്കും. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള റേറ്റിൽ പ്രോഡക്റ്റ്സ് സപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. It involves the activities of handling raw materials, parts, semi-finished and finished goods into and out of plant, warehouses and transportation terminals. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ടെർമിനൽസിൽ നിന്നും അതുപോലെ തന്നെ വെയർഹൗസസ്, പ്ലാന്റ്സ്, അതിൽ നിന്നും അതുപോലെ തന്നെ അതിലേക്കുള്ള മൂവ്മെൻറ്റും ഇൻ ആൻഡ് ഔട്ട് ഓഫ് സച്ച് പ്ലാന്റ്സ് ആൻഡ് ഓൾ. അപ്പോൾ പ്ലാന്റ്സിലേക്കും അതുപോലെ തന്നെ പ്ലാന്റ്സിൽ നിന്നും ഫിനിഷ്ഡ് ഗുഡ്സ് മൂവ് ചെയ്യുന്നതും പ്ലാന്റ്സിലേക്ക് റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വരുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സെക്ഷനിലാണ്. Then management has to ensure that the raw materials, parts, semi-finished and finished goods are handled properly to minimize the losses due to breakage, spoilage, etc. അപ്പോൾ ബ്രേക്കേജും സ്പോയിലേജും ഒന്നും ഇല്ലാതെ, വേസ്റ്റേജ് ഒന്നും വരാതെ കെയർഫുള്ളായിട്ട് മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് മാനേജ്മെൻറ്റാണ് എൻഷുർ ചെയ്യേണ്ടത്. ദെൻ മാനേജ്മെൻറ്റ് ഹാസ് ടു മിനിമൈസ് ദ ഹാൻഡ്ലിംഗ് കോസ്റ്റ് ആൻഡ് ടൈം ഇൻവോൾവ്ഡ് ഇൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. അപ്പോൾ സ്പോയിലേജ് ഒന്നും ഇല്ലാതെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മിനിമം ഹാൻഡ്ലിംഗ് കോസ്റ്റ് അതുപോലെ തന്നെ ടൈം, അതിനുള്ളിൽ മെറ്റീരിയൽസ് അതിനാവശ്യമായിട്ടുള്ള സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതും മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിനെ ഇവിടെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെക്കനൈസ്ഡ് സിസ്റ്റം, സെമി ഓട്ടോമേറ്റഡ് സിസ്റ്റം ആൻഡ് ഓട്ടോമേറ്റഡ് സിസ്റ്റം. മെക്കനൈസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഷീൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്, മാൻ പവർ അല്ല. മാൻ പവർ ഇൻഡിവിജ്വൽസിനേക്കാളും കൂടുതൽ മെക്കനൈസ്ഡ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് കൺസേൺസിൽ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുന്നത് മെഷീൻസ് വഴിയായിരിക്കും. അപ്പോൾ ബ്രേക്കേജും സ്പോയിലേജും ഒന്നും ഇല്ലാത്ത രീതിയിൽ കെയർഫുള്ളായിട്ട് മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ സെമി ഓട്ടോമേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫുള്ളി കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലൂടെയുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് പ്രോസസ്സിങ്ങുകളും മെറ്റീരിയൽ ഓർഡേഴ്സ് റിസീവ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അടുത്തതാണ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. The basic objective is to minimize the amount of working capital blocked in inventory. ഇൻവെൻറ്ററി അതായത് സ്റ്റോക്കിൽ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൽ ബ്ലോക്കായി കിടക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ആ ഓർഗനൈസേഷനിൽ ഇൻവെൻറ്ററിയുടെ എമൗണ്ട് മീറ്റ് ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. സോ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് എ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ടു മാച്ച് ദ പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സ് ആൻഡ് ടു പ്രൊവൈഡ് ടൈംലി സപ്ലൈസ് ഓഫ് ഗുഡ്സ് ടു മീറ്റ് കസ്റ്റമർ ഡിമാൻഡ്സ്. അപ്പോൾ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിലൂടെ കസ്റ്റമേഴ്സിന് ആവശ്യമായ ഗുഡ്സിന് കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്തുകൊണ്ട് അവരുടെ ഓവർ സ്റ്റോക്കിംഗ് എന്നുള്ള പ്രോസസ്സിനെ അവിടെ കുറയ്ക്കാനായിട്ട് മാനേജ്മെൻറ്റിന് സാധിക്കും. ദെൻ മാനേജ്മെൻറ്റ് ഹാസ് ടു മെയിൻറ്റെയിൻ ഇൻവെൻറ്ററി ഓഫ് റോ മെറ്റീരിയൽസ്, പാർട്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റിൽ അവർ മെയിനായിട്ട് കീപ്പ് ചെയ്യേണ്ടത് റോ മെറ്റീരിയൽസ്, കറക്റ്റായിട്ടുള്ള രീതിയിൽ റോ മെറ്റീരിയൽസ് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ പാർട്സ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് വർക്ക് ഇൻ പ്രോഗ്രസ്സിൽ വരുന്നതാണ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. അതുപോലെ തന്നെ ഡെലിവറിക്ക് ആവശ്യമായ ഫിനിഷ്ഡ് ഗുഡ്സും, അല്ലെങ്കിൽ അതായത് ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാനുള്ള ഫിനിഷ്ഡ് ഗുഡ്സും ഓർഗനൈസേഷനിൽ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം.
Then, management has to balance the benefit of holding inventory against cost associated with holding inventory like storage space cost, insurance cost, risk of damage and spoilage in keeping stock, etc. കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻവെൻറ്ററി മാനേജ് ചെയ്യുകയാണെങ്കിൽ സ്പോയിലേജ് കോസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ്, ഇൻഷുറൻസ് കോസ്റ്റ് അങ്ങനെയുള്ള കോസ്റ്റുകളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മാനേജ്മെൻറ്റിന് സാധിക്കുന്നതാണ്. അടുത്തത് പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ്. പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ് ആർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ ഈ പറഞ്ഞ എല്ലാ മേജർ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ലോജിസ്റ്റിക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആക്ടിവിറ്റീസും, ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസും ലോജിസ്റ്റിക്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊരെണ്ണമാണ് പാക്കേജിംഗ് ആൻഡ് ലേബലിംഗ്. പാക്കേജിംഗ് ഇംപ്ലൈസ് എൻക്ലോസിംഗ് എ പ്രൊഡക്റ്റ് ഇൻ ടു suitable packets or containers for easy and convenient handling of the product by both the seller and especially the buyer. അപ്പോൾ സെല്ലേഴ്സിനും ബയേഴ്സിനും കൺവീനിയൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റിനെ സേഫായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് പാക്കേജിങ്ങിൽ വരുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിനെ അതിൻ്റെ നേച്ചർ അനുസരിച്ച് സേഫ് ആയിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്യുക, സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പാക്ക് ചെയ്യുക എന്നുള്ളതാണ് പാക്കേജിങ്ങിൽ വരുന്നത്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ സെയിൽ ഓഫ് പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പാക്കേജിങ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് നല്ലതാണെങ്കിൽ അതിന് ഡിമാൻഡ് കൂടുതലായിരിക്കും. ക്വാളിറ്റി പാക്കേജിങ്ങിലാണെങ്കിൽ ആ പ്രൊഡക്റ്റിനും അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള ഒരു മൈൻഡാണ് കൺസ്യൂമേഴ്സിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സെയിൽസ് കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. ഇറ്റ് ആക്ട് ആസ് എ സൈലൻറ്റ് സെയിൽസ്മാൻ. അപ്പോൾ പാക്കേജിങ്ങിനെ ഒരു സൈലൻറ്റ് സെയിൽസ്മാൻ ആയിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. കാരണം ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് അട്രാക്റ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുതലായിരിക്കും, അതുപോലെ തന്നെ സെയിൽസ് ഇൻക്രീസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഫാൻസി ആൻഡ് ഡെക്കറേറ്റീവ് പാക്കേജിംഗ് ഓഫ് സ്വീറ്റ്സ്, ബിസ്ക്കറ്റ്സ് എക്സെട്ര ഓൺ ഈവ് ഓഫ് ദിവാലി മേക്സ് ഫോർ എ ഗുഡ് സെയിൽ ഓഫ് സച്ച് ഐറ്റംസ്. നമ്മൾ കണ്ടിട്ടുണ്ട് ദിവാലി ടൈമിൽ സ്വീറ്റ്സിൻ്റെ കവേഴ്സൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് കവറിംഗ് ഒക്കെ ആയിരിക്കും ആ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെയിൽസ് ആ ടൈമിൽ ഇൻക്രീസ്ഡ് ആയിരിക്കും. അപ്പോൾ ഒരു സൈലൻറ്റ് സെയിൽസ്മാനായിട്ട് പാക്കേജിങ്ങിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ, ലേബലിംഗ്. ലേബലിംഗ് മീൻസ് പുട്ടിംഗ് ഐഡൻറ്റിഫിക്കേഷൻ മാർക്സ് ഓൺ ദ പാക്കേജ് ഓഫ് ദ പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിൽ, അതായത് നേരത്തെ പറഞ്ഞു പാക്കേജിങ്ങിൽ വരുന്ന ഒരു കണ്ടൻറ്റ് തന്നെയാണ് ലേബലിംഗ്. അപ്പോൾ പാക്കേജിങ്ങിൽ ആ പ്രൊഡക്റ്റിന് ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് വയ്ക്കുക എന്നുള്ളതാണ് ലേബലിങ്ങിൽ വരുന്നത്. എ ലേബൽ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഡേറ്റ് ഓഫ് പാക്കേജിംഗ് ആൻഡ് എക്സ്പയറി, വെയ്റ്റ് ഓർ സൈസ് ഓഫ് പ്രൊഡക്റ്റ്, ഇൻഗ്രീഡിയൻസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് ദ പ്രൊഡക്റ്റ്, ഇൻസ്ട്രക്ഷൻ ഫോർ സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ്, പ്രൈസ് പേയബിൾ ബൈ ദ ബയർ എക്സെട്ര. നമ്മൾ കാണാറുണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ ലേബലിൽ അതിലൊട്ടിച്ചേക്കുന്ന സ്റ്റിക്കറിൽ കാണാം അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, പാക്കേജിങ് ഡേറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ്, ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തേക്കുന്നത്, വെയ്റ്റ്, അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ്, അത് ഏത് രീതിയിൽ യൂസ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ്, MRP അതായത് പ്രൈസ് എത്രയാണ് പേ ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് വരുന്ന ഒരു എലമെൻ്റാണ് വെയർ ഹൗസിങ്. Storage or warehouse is a logistical activity which creates time utility by storing goods from the time of production till the time these are needed by ultimate customers. അപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ആദ്യം വേണ്ടത്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് റോ മെറ്റീരിയൽസ് ആണ്. ആ റോ മെറ്റീരിയൽസ് തുടങ്ങി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് വരെ ഓരോ സ്റ്റേജിലും ആ പ്രൊഡക്റ്റിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ വെയർ ഹൗസ് എന്ന് പറയുന്നത്. ഹിയർ മാനേജ്മെൻറ്റ് ഹാസ് ടു ഡിസൈഡ് അബൌട്ട് ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് വെയർ ഹൗസസ് നീഡഡ്. ആദ്യം തന്നെ പ്രൊഡക്റ്റിന് എത്ര പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് എത്ര വേണ്ടി വരും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും എത്ര വെയർ ഹൗസസ് വേണം, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വെയർ ഹൗസസ് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. വെയർ ഹൗസസ് പല തരത്തിലുണ്ടാവും. ടെമ്പറേച്ചർ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെയർ ഹൗസസ്, കോൾഡ് സ്റ്റോറേജ്, അങ്ങനെ പല തരത്തിലുള്ള വെയർ ഹൗസസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നേച്ചർ അനുസരിച്ചാണ് ഏത് ടൈപ്പ് ഓഫ് വെയർ ഹൗസ് യൂസ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൊക്കേഷൻ ഓഫ് വെയർ ഹൗസസ്, പ്രൊഡക്ഷൻ യൂണിറ്റ്സിൻ്റെ നിയർ ആയിരിക്കും എപ്പോഴും വെയർ ഹൗസസ് ലൊക്കേറ്റ് ചെയ്യുക. അപ്പോൾ ലൊക്കേഷൻ ഓഫ് വെയർ ഹൗസ് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതും വെയർ ഹൗസിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ട്രാൻസ്പോർട്ടേഷൻ.
It is a logistics activity which creates place utility. പ്ലേസ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലോജിസ്റ്റിക് ആക്ടിവിറ്റിയാണ് ട്രാൻസ്പോർട്ടേഷൻ. പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്ലേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്റ്റിനെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് റോള് വഹിക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഈസ് നീഡഡ് ഫോർ മൂവ്മെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സപ്ലയേഴ്സ് ടു മാനുഫാക്ചറിങ് യൂണിറ്റ്, movement of work in progress within the plant, and movement of finished goods from the plant to the final customers. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്തിനൊക്കെയാണ് ആവശ്യം? റോ മെറ്റീരിയൽസ് മാനുഫാക്ചറിങ് യൂണിറ്റ്സിലേക്ക് പ്രൊഡക്ഷന് വേണ്ടി എത്തിക്കുക, അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ് അതായത് അൺഫിനിഷ്ഡ് ഗുഡ്സ് ഇനിയും പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പ്രൊഡക്ഷന് വേണ്ടി വർക്ക് ഇൻ പ്രോഗ്രസ് എത്തിക്കുക, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ഫൈനൽ കസ്റ്റമറിലേക്ക് പ്ലാന്റിൽ നിന്നും എത്തിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നത്. മേജർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് റെയിൽവേസ്, റോഡ്വേസ്, എയർവേസ്, വാട്ടർവേസ്, പൈപ്പ് ലൈൻസ്. ഇതൊക്കെയാണ് മെയിൻ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ്. Choice of a particular mode of transportation depends on the speed of transportation system, cost involved in transportation, safety in transportation, reliability of transportation time schedules, number of locations served, etc. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഏത് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് എന്തിൻ്റെയൊക്കെ ബേസിസിലാണെന്നാണ് ഈ പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ്റെ സ്പീഡ്, കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ്റെ സേഫ്റ്റി, റിലയബിലിറ്റി, നമ്പർ ഓഫ് ലൊക്കേഷൻ സേവ്ഡ് അതായത് എത്ര ലൊക്കേഷനിലേക്ക് നമുക്ക് എത്തിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ ഏത് വേണം മോഡ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഫങ്ഷൻസ് ഓഫ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. Generic functions of logistics management is making available the required quantity of products at the point of use as and when it is required. അപ്പോൾ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റിനെ കറക്റ്റ് ടൈമിൽ എപ്പോഴാണോ അത് റിക്വയർഡ് ആയിട്ടുള്ളത് ആ ടൈമിൽ അതിൻ്റെ കറക്റ്റ് ഒറിജിനിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ വരുന്നത്. A good logistics management ensures that products are shipped in most economical, safe, efficient and timely manner. അപ്പോൾ സേഫായിട്ട് അതുപോലെ തന്നെ എക്കണോമിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. മിനിമം കോസ്റ്റിൽ സേഫായിട്ട് എഫിഷ്യൻ്റായിട്ട് കറക്റ്റ് ടൈമിൽ ഒരു പ്രൊഡക്റ്റിനെ ഷിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഗുഡ്സിനെ അതിൻ്റെ കറക്റ്റ് ടൈമിൽ പ്രൊഡക്ട്സിനെ എത്തിക്കുക എന്നുള്ളതാണ് ഗുഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൽ വരുന്നത്. This results in cost saving for company and more satisfied customers. അപ്പോൾ പ്രോപ്പർ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിലൂടെ ലോജിസ്റ്റിക്സ് കമ്പനിക്ക് കോസ്റ്റ് സേവ് ചെയ്യാനും അതുപോലെ തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. ഇൻ കോൺട്രാസ്റ്റ്, poor logistics management can result in damage or delayed shipments which can then lead to dissatisfied customers, റിട്ടേൺ ആൻഡ് സ്ക്രാപ്ഡ് പ്രൊഡക്ട്സ്. അപ്പോൾ ഗുഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ആയിരിക്കും, അതുപോലെ തന്നെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിരിക്കും. ഇനി പുവർ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഡിസ്സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്, ഡാമേജ്ഡ് പ്രോഡക്ട്സ്, അതുപോലെ തന്നെ സ്ക്രാപ്ഡ് പ്രോഡക്ട്സ്, കസ്റ്റമർ റിട്ടേൺസ് എക്സെട്ര. ഇതൊക്കെ ആയിരിക്കും പുവർ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് കൊണ്ട് സംഭവിക്കുന്നത്. The consequences of these problems include higher cost and customer relation problems. അപ്പോൾ ഗുഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഈ ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പുവർ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് കസ്റ്റമർ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യാനുള്ളൊരു റീസൺ ആവും. അതുപോലെ തന്നെ ഹയർ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എക്കണോമിക്കായിട്ട് ആ പ്രൊഡക്റ്റിനെ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മെയിനായിട്ട് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രൊക്യൂർമെൻറ്റ് ഫങ്ഷൻ, പ്രൊഡക്ഷൻ ഫങ്ഷൻ ആൻഡ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻസ്. ഈ 3 ഫങ്ഷൻസും മീറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ടൈമിൽ കറക്റ്റ് പ്രൊഡക്റ്റ് കറക്റ്റ് ക്വാളിറ്റിയിൽ ഡിസ്പാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് പ്രൊക്യൂർമെൻറ്റ് ഫങ്ഷൻ. Procurement function ensures the smooth flow of raw materials and parts and components of specified quality and quantity from quality certified suppliers to the production centers. അപ്പോൾ സപ്ലയേഴ്സിൽ നിന്നും കറക്റ്റ് ക്വാളിറ്റി പ്രൊഡക്ട്സ്
സപ്ലയേഴ്സിൽ നിന്നും പ്രൊഡക്ഷൻ സെൻറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷനിൽ പറയുന്നത്. സ്മൂത്ത് ഫ്ലോ ഓഫ് റോ മെറ്റീരിയൽസ്, പാർട്സ് ആൻഡ് കമ്പോണൻസ്. ഡിലേ ഒന്നും വരാതെ തന്നെ പ്രൊഡക്ട്സിന് ടൈംലി അവൈലബിലിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. This function includes identification of inputs needed in terms of quality specifications and quality requirements. Then study of sources of procurement, negotiations with them and final supply contracts, order placement and shipment of input consignments. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഇൻപുട്സ് നീഡഡ് ഇൻ ടൈംസ് ഓഫ് ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ. കറക്റ്റ് ക്വാളിറ്റിയിലുള്ള ഇൻപുട്സ് ആയിരിക്കണം അവൈലബിൾ ആവേണ്ടത്. അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് പ്രൊക്യൂർമെൻറ്റ്, ഏതൊക്കെ സോഴ്സസിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ നെഗോസിയേഷൻസ്, പ്രൊഡക്റ്റിന് ഏത് പ്രൈസിൽ നമുക്ക് ആവശ്യമായ പ്രൊഡക്ട്സ് ഏതൊക്കെ പ്രൈസിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പ്രൈസ് നെഗോസിയേഷൻസ് ചെയ്യേണ്ടി വരും. ദെൻ സപ്ലൈ കോൺട്രാക്ട്സ്, പ്രൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ കോൺട്രാക്ട്സ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഓർഡർ പ്ലേസ്മെൻറ്റ്, നെക്സ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക. ദെൻ ഷിപ്മെൻറ്റ് ഓഫ് ഇൻപുട്ട് കൺസൈൻമെൻറ്റ്സ്, ലാസ്റ്റ് വൺ ഈ പ്രോഡക്ട്സിന് നമ്മൾ ഡെലിവറി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യണ ഫങ്ഷൻസ്. പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻപുട്സ്, ഷിപ്മെൻറ്റ്, ഓർഡർ പ്ലേസ്മെൻറ്റ്, നെഗോസിയേഷൻ, ക്വാളിറ്റി ആൻഡ് സോഴ്സസ്. ഏത് സോഴ്സസിൽ നിന്നും നമുക്ക് ആവശ്യമായ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആകുന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇൻപുട്സ് അവൈലബിൾ ആക്കുക, അതിന് ഷിപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക, പ്രൈസ് നെഗോസിയേഷൻ ചെയ്യുക, അത് സപ്ലൈ ചെയ്യാനുള്ള ടേംസ് കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യുക, ദെൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പ്രൊക്യൂർമെൻറ്റ് ലോജിസ്റ്റിക്സിൽ വരുന്നത്. ദിസ് ലോജിസ്റ്റിക്സ് ഫംഗ്ഷൻ ഇസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ പ്രൊക്യൂർമെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ 6 ആക്ടിവിറ്റീസ് റിക്വയർഡ് ആണ്. ആഫ്റ്റർ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് അറൈവൽ ഓഫ് ഇൻപുട്ട് മെറ്റീരിയൽ ദർ ഇസ് സബ്സിക്വൻറ്റ് റിക്വയർമെൻറ്റ് ഓഫ് അതർ ലോജിസ്റ്റിക്കൽ റിക്വയർമെൻറ്റ്സ് സച്ച് ആസ് ഹാൻഡ്ലിംഗ്, സ്റ്റോറേജ്, മൂവ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ്, ഫൈനൽ യൂസ് ഓഫ് ദിസ് മാനുഫാക്ചറിങ് പ്രോസസ്സ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ ഇടയിൽ സ്റ്റോറേജ്, ഈ മെറ്റീരിയൽസിനെ ഹാൻഡിൽ ചെയ്യുക, അതിനെ മൂവ് ചെയ്യുക, ദെൻ ഫൈനൽ യൂസ്, മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഇതിനെ ഫൈനലി യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ലോജിസ്റ്റിക്സ് ഡീൽസ് വിത്ത് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, ഇൻവെൻറ്ററി ആൻഡ് ഇറ്റ്സ് ഫ്ലോ ബിറ്റ്വീൻ ദ സ്റ്റേജ് ഓഫ് മാനുഫാക്ചറിങ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്കറിയാം, പേരിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നതാണ്, മെറ്റീരിയൽസിന്, ഇൻപുട്സിന് മാനുഫാക്ചറിങ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുക, പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് അൺഫിനിഷ്ഡ് ഗുഡ്സിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുക, പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരിക. This logistics function ensures timely availability of semi-processed materials and components to support the production schedule. ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ്, അതായത് സെമി ഫിനിഷ്ഡ് പ്രൊഡക്ട്സിനെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കുക എന്നുള്ളതാണ് വരുന്നത്. The primary task of production function of logistics is establish and maintain an orderly, smooth and economic flow of materials, facilitating total production system, avoiding idle time for any manufacturing facility due to non-availability of any input items. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ പ്രൈമറി ടാസ്ക് എന്ന് പറയുന്നത് ഓർഡർലി ആൻഡ് സ്മൂത്ത് എക്കണോമിക് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ്, മെറ്റീരിയൽസിനെ സ്മൂത്തായിട്ട് അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് മിനിമം കോസ്റ്റിൽ പ്രൊഡക്റ്റിന് വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ തന്നെ ഇൻപുട്ട് ഐറ്റംസിനെ അവൈലബിൾ ആക്കുക, അതിനെ മാനുഫാക്ചർ ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ ഐഡിയൽ ടൈം എന്ന് പറയുന്ന കണ്ടൻറ്റിനെ അവോയ്ഡ് ചെയ്യുക. ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തുന്നതിന് മുന്നേ വരുന്ന ഡിലേകളും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഐഡിയൽ ടൈം അവോയ്ഡ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽസ് അവൈലബിൾ ആകാനുള്ള ടൈം ഡിലേ വരുമ്പോഴാണ് ഐഡിയൽ ടൈം എന്നുള്ള കണ്ടൻറ്റ് ഇവിടെ വരുന്നത്. അപ്പോൾ ഐഡിയൽ ടൈം അവോയ്ഡ് ചെയ്തുകൊണ്ട് സ്മൂത്തായിട്ട് എക്കണോമിക്കായിട്ട് പ്രൊഡക്ട്സിൻ്റെ മാനുഫാക്ചറിങ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്നത്. ഫങ്ഷൻസ് അണ്ടർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആർ ഇൻപുട്ട് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, സ്റ്റോറേജ്, പാക്കേജിംഗ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്ന ഫങ്ഷൻസ് ഇൻപുട്സ് ഫംഗ്ഷൻ ഉണ്ട്, ദെൻ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, പാക്കേജിംഗ് ഉണ്ട് ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഉണ്ട്.
ഇവിടെ നമുക്ക് കാണാം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട്, ഇൻപുട്സ് ഉണ്ട്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, പാക്കേജിംഗ് ഉണ്ട്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഉണ്ട്. ഇത്രയും ഫംഗ്ഷൻസ് ആണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ലോജിസ്റ്റിക്സ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം പ്രൊക്യൂർമെൻറ്റ് ആൻഡ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷനിൽ നിന്നും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ നിന്നും ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ദിസ് ഫംഗ്ഷൻ ഇസ് ലിമിറ്റഡ് ടു മൂവ്മെൻറ്റ് വിത്തിൻ ആൻ എൻ്റർപ്രൈസ് വെയറാസ് അതർ ഡീൽസ് വിത്ത് എക്സ്റ്റേണൽ ഫെസിലിറ്റേറ്റേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. ഇവിടെ ഒരു ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫാക്ടറിയിൽ ഇൻസൈഡ് വരുന്ന കാര്യങ്ങളാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷനും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനാണ് വരുന്നത്. സപ്ലയേഴ്സിൽ നിന്നും ഔട്ട്സൈഡുള്ള സപ്ലയേഴ്സിൽ നിന്നും മാനുഫാക്ചറിങ് യൂണിറ്റ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷനിൽ വരുന്നത്. അതുപോലെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ വരുന്നത് മാനുഫാക്ചർ ചെയ്ത ഫൈനൽ പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരു ഓർഗനൈസേഷൻ്റെ ഔട്ട്സൈഡ് വരുന്ന കാര്യങ്ങളാണ്. ബട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഇൻസൈഡ് വരുന്ന കാര്യങ്ങളാണ്. ദെൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഓഫ് ലോജിസ്റ്റിക്സ് ഇസ് ഓൾസോ കോൾഡ് മാനുഫാക്ചറിംഗ് ഫംഗ്ഷൻ ഓർ ഓപ്പറേഷൻ ഫംഗ്ഷൻ ഓഫ് ലോജിസ്റ്റിക്സ് ആൻഡ് പൊസിഷൻഡ് ഇൻ ബിറ്റ്വീൻ പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷൻ ആൻഡ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇതിന് പ്രൊഡക്ഷൻ ഫംഗ്ഷന് മാനുഫാക്ചറിംഗ് ഫംഗ്ഷൻ എന്ന് പറയാം, കാരണം അവിടെ മാനുഫാക്ചറിംഗ് ആണ് നടക്കുന്നത്. ഓപ്പറേഷൻ ഫംഗ്ഷൻ എന്നും പറയാം. അതുപോലെ തന്നെ പ്രൊക്യൂർമെൻറ്റ് ഫംഗ്ഷൻ്റെയും ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെയും ഇടയിൽ വരുന്ന ഫംഗ്ഷനാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. നെക്സ്റ്റ് വൺ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. It refers to the movement of finished goods from the last point of production customers or end users. അപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലാന്റിൽ നിന്നും ഫൈനൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദിസ് ഫംഗ്ഷൻ ഫെസിലിറ്റേറ്റ്സ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പെർഫോമൻസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് ബൈ മീൻസ് ഓഫ് ടൈംലി ആൻഡ് എക്കണോമിക്കൽ പ്രൊഡക്റ്റ് അവൈലബിലിറ്റി. കറക്റ്റ് ടൈമിൽ പ്രൊഡക്ട്സ് അവൈലബിൾ ആക്കിക്കൊണ്ട് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പെർഫോമൻസിനെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ വരുന്നത്. അതായത് കറക്റ്റ് ഡെലിവറി ഓഫ് പ്രൊഡക്റ്റ്, ടൈംലി ഡെലിവറി ഓഫ് പ്രൊഡക്ട്സ് ആണ് ഇവിടെ വരുന്നത്. ദ മേജർ ലോജിസ്റ്റിക് കമ്പോണൻസ് ആർ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഓഫ് ഇൻപുട്സ്, പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, വെയർഹൗസിംഗ്, ഓർഡർ പ്രോസസ്സിംഗ് ആൻഡ് പ്രൊട്ടക്റ്റീവ് പാക്കേജിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ലോജിസ്റ്റിക്സിൽ വരുന്നത്. The physical distribution functions make the product available regularly with the minimum level, and this function is also called outbound logistics and marketing logistics. അപ്പോൾ റെഗുലർ ആയിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ വരുന്നത്. ദെൻ ഇതിനെ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ മാർക്കറ്റ് ലോജിസ്റ്റിക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനിൽ വരുന്ന ബേസിക് ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഔട്ട്പുട്ട് ഇൻവെൻറ്ററി, പ്രൊട്ടക്റ്റീവ് പാക്കേജിംഗ്, കസ്റ്റമേഴ്സ്, ഓർഡർ പ്രോസസ്സിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, വെയർഹൗസ്, ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇവിടെ ഒരു ഫാക്ടറിയിൽ നിന്നും പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ആ ടൈം വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻപുട്ട് വരുന്നില്ല, ഔട്ട്പുട്ടാണ് വരുന്നത്, ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആണ് വരുന്നത്. ദെൻ അതിനെ പാക്കേജ് ചെയ്യുക, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക, ഓർഡേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ റെക്കോർഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ, വെയർഹൗസ്, പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് വരെ, ഓർഡർ കിട്ടി പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് വരെയുള്ള ടൈമിൽ വെയർഹൗസിൽ സ്റ്റോറേജ് ചെയ്യുക. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, കസ്റ്റമേഴ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ബേസിക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.